വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ലക്ഷ്മി അമ്മയോട് അത് പറഞ്ഞ് നാവ് വായനയ്ക്കിട്ട് 5 മിനിറ്റ് ആയില്ല. അപ്പോഴേക്കും ആസുരന്റെ വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അറിയാതെ ഉള്ളൊന്ന് കാണി. ആ അച്ചു വന്നല്ലോ. നീ പോകുന്നില്ലേ അവനെ തിരിച്ചു തരാൻ? ഇന്ന് തന്നെ നീ പരിശ്രമം തുടങ്ങിക്കോ. അത് പിന്നെ അമ്മേ, ഇന്ന് നല്ല ദിവസമല്ല, നമുക്ക് നാളെ മുതൽ തുടങ്ങാട്ടോ. എൻ്റെ കൊച്ച്, ആദ്യം അവനെ കാണുമ്പോൾ നിന്റെ ഈ വിറയിലൊന്നും മാറട്ടെ, എന്നിട്ടാവാം എൻ്റെ മോൾ അവനെ നന്നാക്കുന്നത്. അമ്മ പറഞ്ഞത് കേട്ട് അവൾ പരിഭവത്തോടെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. അമ്മ നോക്കിക്കോ, ടൈം എടുത്താലും വേണ്ടില്ല, അമ്മയുടെ ആ പഴയ അച്ഛനും അമ്മയുടെ മുന്നിൽ ഞാൻ കൊണ്ടു നിർത്തും. വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലാതെ അവളും പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ആദ്യം നീ അവനെ കാണുമ്പോൾ പേടിച്ച് ഒഴിഞ്ഞു മറന്ന് നിർത്ത്. ഇനി അവനെന്തേലും പറയുക ചെയ്യുക ചെയ്താ മിണ്ടാതെ ഇങ്ങ് പോരരുത്. എൻ്റെ മോൾ അവൻ്റെ മുന്നിൽ കുറച്ചുകൂടെ ബോൾഡായിട്ട് പെരുമാറണം. അപ്പം അവന് നിന്നോടുള്ള ബിഹേവിയർ മാറ്റം വരും. എന്നാലും നിനക്ക് അവനെ വരച്ച വരി നിർത്താൻ പറ്റൂ. ആഹാ, ലക്ഷ്മിക്കുട്ടി കൊള്ളാലോ. സ്വന്തം മകനെ വരച്ച വരയിൽ നിർത്താൻ മരുമകൾ ഉപദേശിക്കുന്ന നല്ല ബെസ്റ്റ് അമ്മ. പൊടി, നീ എനിക്ക് എൻ്റെ മോളെ പോലെയാ. അല്ല, എൻ്റെ മോള് തന്നെയാ. ഞാനും ഹരിയേട്ടനും ഒത്തിരി ആഗ്രഹിച്ചത് ഒരു പെൺകുഞ്ഞിനെ, പക്ഷെ ദൈവം തന്നില്ല. അതുകൊണ്ടാവും മോളെ ഞങ്ങൾക്ക് കിട്ടിയത്. അതും പറഞ്ഞ അമ്മ തലയിൽ തഴുകിയതും പുഞ്ചിരിയുടെ അമ്മയോട് ചേർന്നിരുന്നു. അങ്ങനെ അമ്മയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ അസുരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. മുഖം എപ്പോഴത്തെയും പോലെ ഒരു കൊട്ട കണക്കിനുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ ആരെയും നോക്കാതെ തറയിൽ വിരിച്ച ഷീറ്റിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞിനെയും എടുത്ത് തങ്ങളെ നോക്കുകൂടി ചെയ്യാതെ മുകളിലേക്ക് പോയി. ആഹാ, ഇതിപ്പോ എന്താ കഥ? ഞങ്ങൾ ഇന്ന് ആസുരം കണ്ടില്ലേ? അവൻ നോക്കിയില്ലേ, എനിക്കെന്താ? എന്നാൽ എന്തൊരു ജാടയാണ്. വീണ്ടും കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ളത് കൊണ്ട് മുകളിലേക്ക് പോയി. റൂമിലൊന്നും അവനില്ലായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് ശബ്ദം കേട്ടതും ഉള്ളിൽ തോന്നിയ പേടിയെ അടക്കി നിർത്തി ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോയി. ബാൽക്കണിയിലെ സ്വിങ്ങിങ്ങിൽ ഇരിക്കുകയാണ് ദക്ഷ്. അവന്റെ മടിയിൽ ചവിട്ടി നിൽക്കുകയാണ് കുഞ്ഞിച്ചേക്കൻ. 2 കുഞ്ഞു കൈകൊണ്ടും അവന്റെ താടിയിൽ പിടിച്ച് നിൽപ്പാണ് ആശാന്. ദക്ഷ കുഞ്ഞു വയറിൽ മുഖമിട്ട് രസുന്നതിനനുസരിച്ച് ഇളകി ചിരിക്കുന്നുണ്ട് അവൻ. 2 പേരും അവരുടേതായ ലോകത്താണ്. ഞാനെന്നൊരാൾ ഇവിടെ വന്നു നിൽക്കുന്നത് അച്ഛനും മോനും അറിഞ്ഞിട്ടില്ല. ഏയ്, നീ എന്താടി ഇവിടെ? ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മണി പ്ലാന്റിന്റെ ഭംഗി നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ ചോദ്യം വന്നത്. അതെ, എനിക്കൊരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. അവന്റെ എടി എന്ന വിളി അവൾക്ക് എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പ പൊട്ടി വന്ന ദേശത്തിൽ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ലൊരു പേരിട്ടിട്ടുണ്ട്, അവനത് വിളിച്ചാ? പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താനെന്താ പറഞ്ഞെന്ന ബോധം വന്നത്. ഹാസിറിന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും മടക്കി നിർത്തിയ ഭയമൊക്കെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരുന്നു. എന്നിരുന്നാലും അത് പുറത്തു കാണിച്ചില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും, അതിന് നിനക്കെന്താടി? നീ നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് കരുതി അതെന്നെ വിളിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ നീ എന്നെ എടി പോടി വിളിക്കാൻ ഞാൻ നിനക്ക് ആരുമല്ലല്ലോ. നിന്നെ കുഞ്ഞിനെ നോക്കാൻ വന്ന ആളല്ലേ. അപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയിട്ടില്ലല്ലേ? മേലാൽ എന്നെ നേരെ ശബ്ദം ഉയർത്തിയാ പിന്നെ നീ ജീവനോടെ പോകില്ല. അതും പറഞ്ഞ ആസുരൻ എണീറ്റ് വന്ന് തന്റെ കയ്യിൽ മുറുകെ പിടിച്ചതും വേദനയുടെ കാഠിന്യം കൊണ്ട് കണ്ണുകൾ രണ്ടും നിറഞ്ഞിരുന്നു. ദേ, ഇത്രേ ഉള്ളു. നീ തടി കേടാകണമെന്നുണ്ടെങ്കിൽ ആടെങ്കിൽ ഒന്നും നിൽക്കുന്നതാകും നിനക്ക് നല്ലത്, മനസ്സിലായിവിടി? അത്രയും പറഞ്ഞ് കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി വണ്ടിയുടെ കീയും എടുത്ത് റൂമിന് ഡോറ് വലിച്ചടച്ച് അവൻ പുറത്തേക്ക് പോയിരുന്നു. ഓ വേണ്ടായിരുന്നു, അപ്പോഴത്തെ ദേശിനെ വിളിച്ച് പറഞ്ഞതാ. ഇതിപ്പോ കൈ ഒഴുന്നെന്ന് തോന്നേ. സ്വയം കൈയൊഴിഞ്ഞ് വേദന ഒന്ന് കുറഞ്ഞതും തൊട്ടിലേക്ക് കിടന്ന് കരയുന്ന കുഞ്ഞിനെയും എടുത്ത് താഴേക്ക് പോയി. ലക്ഷ്മി അമ്മ പറഞ്ഞു തന്നതുപോലെ തന്നെയായിരുന്നു മോനെ എണ്ണ തേച്ച് കുളിപ്പിച്ചത്. ദേഹത്ത് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആള് മിണ്ടാതെ അടങ്ങി കിടന്നുവെങ്കിലും തലയിൽ വെള്ളമൊഴിക്കാൻ നേരം ആള് കൈകാലിട്ട് അടിച്ച് വലിയ വായിൽ കരച്ചു തുടങ്ങിയിരുന്നു. ഒരുവിധം കുഞ്ഞാപ്പിയെ കുളിപ്പിച്ചെടുത്തപ്പോഴേക്കും താനും പകുതി നെഞ്ഞു പോയിരുന്നു. കുളിപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത പോലെ ആള് ചുണ്ടൊക്കെ കൂർപ്പിച്ച് വെച്ച് നോക്കുന്നുണ്ട്. എന്തിനാ അമ്മയുടെ അമ്മൂട്ടിനെങ്ങനെ നോക്കുന്നേ? നമുക്ക് ചുന്ദരനായിട്ട് പാപ്പം കഴിക്കേണ്ടേ? കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിച്ച് ആ കവിളിലൊന്ന് ചുണ്ടമ്പത്തി ബെഡിലേക്ക് എടുത്തി. ബേബി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഡയപ്പറിന് പകരം ഒരു കുഞ്ഞു ട്രൗസർ ഇട്ട് കൊടുത്തു. കൺമശി എടുത്ത് വലത്തെ പുരുകത്തിന് മുകളിലായി വലിയൊരു പൊട്ട് തൊട്ട് കൊടുത്തു. ഒപ്പം ഇരുപുരുകവും എഴുതി കൊടുത്തു. അപ്പോഴൊക്കെയും ആള് വഴക്കില്ലാതെ കിടന്നു. എൻ്റെ അച്ചു, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ദേഷ്യത്തിൽ തന്റെ ഫ്ലാറ്റിലേക്ക് കയറി വന്ന് എല്ലാം എറിഞ്ഞുപൊട്ടി ദക്ഷനെ നോക്കി ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് അർജുൻ ചോദിച്ചു. അർജുന്റെ ചോദ്യം കേട്ടതും ദക്ഷ ഒന്നും മിണ്ടാതെ സെറ്റിയിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. ഡാ, എനിക്ക് പറ്റുന്നില്ല. അവള് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന ഒരുത്തിയുണ്ടല്ലോ, അവളെനിക്ക് ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. നീ എന്തൊക്കെയായി പറയുന്നത്? അതിന് മാത്രം എന്താ ഉണ്ടായേ? അതൊരു പാവം കൊച്ചല്ലേ. പാവം, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാ അവളിങ്ങനെ ആഗ്രഹിക്കുന്നത്. വന്ന് 2 ദിവസം ആയില്ല, അപ്പോഴേക്കും അവൾ എൻ്റെ അച്ഛനെയും അമ്മയും കയ്യിലെടുത്തു. എൻ്റെ അച്ചു
അതൊക്കെ ഒരു റീസണാണോ? പിന്നെ പെട്ടെന്ന് ഒരാൾ അങ്ങനെ ഒഴിവാക്കാനൊക്കെ പറ്റുമോ? ഒന്നിലും അവൾ നിന്റെ ഭാര്യയല്ലേ? ആരായാലും അവള് പെണ്ണ, ചാദിച്ചിട്ട് പോകും. ചൂടുവതിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അവൾക്കും വേണ്ടത് എന്റെ സ്വത്തും പണവും തന്നെയാ. അല്ലാതെ എന്നെ പോലെ ഒരുവനെ കെട്ടാൻ അവൾക്ക് ഭ്രാന്തുണ്ടോ? എൻ്റെ അച്ചു, നീ ഒരുത്തിയെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. പക്ഷെ അവൾക്ക് വേണം നിന്റെ പണമായിരുന്നു. പിന്നെ നിന്നേക്കാൾ നല്ലൊരു കിട്ടിയപ്പോൾ അവൾ നിന്നെ ഉപേക്ഷിച്ചും പോയി. പക്ഷെ എല്ലാ പെണ്ണുങ്ങളും അതുപോലെ ആകണമെന്നില്ല. അതുപോലെ അല്ലാത്തവരുമുണ്ട്. വൈകാശ് അതുപോലുള്ളവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും ഒരേ കണ്ടുകൊണ്ട് അളക്കുന്നത് നിർത്തി നീ അവളെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കും. പിന്നെ നിന്റെ ഈ ചാടിക്കളിക്കുന്ന സ്വഭാവം നിർത്ത്. അർജുൻ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും ദക്ഷിണ യാതൊരുവിധ കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും പെണ്ണെന്നതൊരു വെറുപ്പായി തന്നെ നിന്നു. അവനാകെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവൻ്റെ അമ്മ ലക്ഷ്മിയായി. മറ്റുള്ളവരെല്ലാം അവൻ്റെ ഉള്ളിൽ സ്നേഹം കാണിച്ച് ചതിക്കുന്നവരായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വൈകി ഇപ്പം അമ്പാടിലെത്തിയിട്ട് ഒരാഴ്ചയേറെയായി. ഇപ്പോഴും ദക്ഷിണ അവളോടുള്ള സമീപനത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ദക്ഷിണയ്ക്ക് എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. കുഞ്ഞമ്പാടി ഓരോ ദിവസം കഴിയുന്തോറും അവളുമായി കൂടുതൽ അടുക്കുന്നത് ദക്ഷിണ അസ്വസ്ഥത നിറച്ചിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവൾ പൂർണ്ണമായും ആ കുഞ്ഞിൻ്റെ അമ്മയായി മാറിയിരുന്നു. ഒരു നിമിഷം പോലും തന്നെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. അവൾ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മടിയില്ലാതെ നോക്കി ചെയ്യുന്നത് കാണുമ്പോൾ അവനിൽ അത്ഭുതം നിറയുമെങ്കിലും അതെല്ലാം തങ്ങളുടെ കണ്ണിൽ പൊടി വാരിടാനുള്ള ഐഡിയ ആണെന്ന് അവൻ സ്വയം വിശ്വസിച്ചു. കുഞ്ഞുചെക്കനാണെങ്കിൽ ഇപ്പം മുട്ടിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അടങ്ങി നിൽക്കാതെ എല്ലായിടത്തോടെയും മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കും. തറയിൽ നിന്നും എന്ത് കിട്ടിയാലും എടുത്ത് വായിലിടും. അതുകൊണ്ട് കുഞ്ഞിൻ്റെ പിറകെ നടക്കലാണ് അവളുടെ മെയിൻ പണി. കുഞ്ഞമ്പാടി കുഞ്ഞ് കുസൃതി കൊടുക്കുകയാണെങ്കിലും അവൻ്റെ അമ്മയുടെ കയ്യിലാണെങ്കിൽ നല്ല കുട്ടിയാണ്. ഉറക്കാനും മൂട്ടാനും അങ്ങനെ ഇപ്പം എന്തിനും ഏതിനും അമ്മ മതി. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അത് മതി കാറി പൊളിക്കാൻ. പിന്നെ കരച്ചിൽ പൂർണ്ണമായും മാറുന്നത് വരെ അവളെടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ഇതെല്ലാം കണ്ട് ദക്ഷിൻ്റെ ഉള്ളിൽ കുശുമ്പ് വളരും. ഒപ്പം തന്നെ കുഞ്ഞ് തന്നിൽ നിന്നും അകലുമോ എന്ന ഭയവും അവനിൽ നിറയും. ഒരു ദിവസം വീട്ടിൽ വന്ന ദക്ഷി ആരെയും കാണാതെ സംശയിച്ചു. പിന്നെ കിച്ചണിൽ നിന്ന് ശബ്ദം കേട്ട് അങ്ങോട്ട് പോയപ്പോൾ കാണുന്നത് കിച്ചണിലെ തറയിൽ ചുമരിൽ ചാരിയിരി കാലുകളും നീട്ടി വെച്ചിരിക്കുന്ന വളിയാണ്. കാലിൽ കുഞ്ഞിനെ കിടത്തി ഒരു കൈ കൊണ്ട് കുഞ്ഞ് വീഴാതിരിക്കാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞിനോട് എന്തൊക്കെയോ കൊഞ്ചി പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന ബോളിൽ നിന്ന് കുറുക്ക് കുറേശ്ശെ എടുത്ത് കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ കയ്യിലുള്ള കിലുക്കും കുലുക്കി അവൾ പറയുന്നതനുസരിച്ച് തൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്ക് അവൾ കുറുക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം ചുളിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മ ഇരുവരെയും നോക്കി ഒരു കസേരയിൽ ഇരുന്ന് മുറത്തിലുള്ള പച്ചക്കറികൾ നന്നാക്കി വെക്കുന്നതിനിടയിലാണ് വാതിൽപ്പടിയിൽ ചാരി അവരെ നോക്കി നിൽക്കുന്ന ദക്ഷിണെ കാണുന്നത്. അച്ചു, നീ എപ്പോഴാ വന്നേ? ലക്ഷ്മി അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് എന്തോ ആലോചിച്ചെന്ന് ദക്ഷി സ്വഭാവത്തിലേക്ക് വന്നത്. ഞാൻ വന്നതേ ഉള്ളൂ. നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട. അത് പറഞ്ഞ് ദക്ഷി തിരിഞ്ഞു നടന്നതും അവൻ എടുക്കാതെ പോയ സങ്കടത്തിൽ അമ്പാടിക്ക് അറിയാൻ തുടങ്ങിയിരുന്നു. അച്ചോടാ, അച്ചയുടെ കണ്ണനെതിരെ കരയുന്നേ. ദക്ഷി കുഞ്ഞിന്റെ അടുത്തായിരുന്നു. ആ കുഞ്ഞിക്കയത്ത് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. കുഞ്ഞിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അറിയാതെ പോലും അവന്റെ നോട്ടം അവളിലേക്ക് പാറി വീണില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തായിരുന്നു. തൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം അവൻ്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി നോക്കി കാണുകയാണ്. ആദ്യമായി അസുരൻ്റെ പുഞ്ചിരി നേരിൽ കണ്ടതിൻ്റെ അത്ഭുതമായിരുന്നു അവൾക്ക്. ഈ അസുരന് ഇത്രയും ഭംഗിയായി ചിരിക്കാൻ കഴിയുമോ എന്ന് അവൾ അതിശയിച്ചു. അച്ചോടാ, എൻ്റെ മേലെ അപ്പടി വിയർപ്പാണ് കുഞ്ഞ. അച്ഛൻ കുളിച്ച് വന്നിട്ട് കുഞ്ഞിനെ എടുക്കാട്ടോ. ഇപ്പം നല്ല കുട്ടിയായിട്ട് പാപ്പം കഴിച്ചാട്ടെ. അത് പറഞ്ഞ് കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചവൻ പോയതും അവൻ പോയ വഴിയെ നോക്കി നിന്നു. ലക്ഷ്മി അമ്മയുടെ ചുമ കേട്ടതും അവൾ അവരെ നോക്കി പല്ലളിച്ച് കാണിച്ചു. പിന്നെ കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ തുടങ്ങി. മോളെ, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് മോളെയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ. കുഞ്ഞിനെ കുറുക്ക് കൊടുത്ത് എഴുന്നേൽക്കുന്ന നേരത്താണ് ലക്ഷ്മി അമ്മ അത് പറഞ്ഞത്. അയ്യോ, അതെന്തിനാമ്മേ? മോൾക്ക് ഫോണ് വാങ്ങിയിട്ടില്ലല്ലോ. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് 4-5 കൂട്ടം ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ പോകുമ്പോൾ കൂടെ പോയി വേണ്ടതെല്ലാം വാങ്ങണം. അതൊന്നും വേണ്ടമ്മേ. വേണം, അവൻ പോകുന്നതിന് മുമ്പ് റെഡിയായി വാ. അത് പറഞ്ഞ അമ്മ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്തതും കാലിയായ ബൗളും എടുത്ത് സിംഗിന്റെ അടുത്തേക്ക് പോയി. കാശി! പെട്ടെന്ന് ആ അസുരന്റെ അലർച്ച കേട്ടതും കയ്യിലുള്ള പാത്രം ഞെട്ടലിന്റെ ആഘാതത്തിൽ കയ്യിൽ നിന്ന് വഴുതി സിംഗിലേക്ക് തന്നെ വീണിരുന്നു. അവന്റെ കാശി എന്ന വിളിയിൽ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഒപ്പം മനസ്സിൽ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന പല ഓർമ്മകളും പുറത്തേക്ക് തികട്ടി വന്നതും കണ്ണുകൾ ഇറുക്കിയടിച്ചു. എടി കാശി! വീണ്ടും അവന്റെ ശബ്ദം ഉയർന്നതും മുഖം തുടിച്ച് വേഗം അവന്റെ അടുത്തേക്ക് ഇറങ്ങ്. പെട്ടെന്ന് അസുരന്റെ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലെ മതിച്ചിരുന്ന ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. മടിയിലിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് കാറിന്റെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. തങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മുൻപ് താൻ ജോലിക്ക് വന്നിരുന്ന അതേ ടെക്സ്റ്റൈൽസിലേക്കാണ്. തന്നെയും കൊണ്ടുവരാൻ ആദ്യമൊന്നും മടിച്ചിരുന്നുവെങ്കിലും
ലക്ഷ്മി അമ്മയുടെ നിർബന്ധത്തിലാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടെന്ന് അമ്മ പറഞ്ഞുവെങ്കിലും ഒരുങ്ങിയിറങ്ങി വരുന്നത് കണ്ടപ്പോൾ ആള് കരച്ചിൽ തുടങ്ങിയിരുന്നു. അമ്മയുടെ കയ്യിൽ നിൽക്കില്ലെന്ന് കണ്ടതും കൂടെ കൊണ്ടുപോന്നു. പതിയെ അസുരന്റെ പുറകെ മോനെയും എടുത്ത് ഉള്ളിലേക്ക് കയറി. തങ്ങൾ ഒരുമിച്ച് കണ്ട എല്ലാവരുടെയും കണ്ണിൽ അത്ഭുതവും സംശയവും മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. വേഗം എന്താന്ന് വെച്ചാൽ പോയി എടുത്തിട്ട് വാ. ലേഡീസ് സെക്ഷനിലെത്തിയത് തൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയെടുത്ത് അതും പറഞ്ഞ് അവൻ കുറച്ച് മാറി ആർക്കോ ഫോൺ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് നോക്കിയിരുന്ന് വേഗം പോയി വേണ്ട ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ഡ്രസ്സ് നോക്കുമ്പോഴെല്ലാം താൻ അറിയുന്നുണ്ടായിരുന്നു തന്നിലേക്ക് സംശയത്തോടെ പാറി വീഴുന്ന പല കണ്ണുകളെയും. ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോഴും ആകെ കൂട്ടുണ്ടായിരുന്നത് മീരയായിട്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി നിർത്തും. എന്നാലും മീരക്ക് പോലും തന്നെക്കുറിച്ച് അധികം ഒന്നും അറിയില്ലായിരുന്നു. ഇതുവരെ ഒന്നും എടുത്തില്ലേ? പെട്ടെന്ന് പിന്നിൽ നിന്ന് കനത്തിലുള്ള അസുരന്റെ ശബ്ദം കേട്ടത് ഞെട്ടിപ്പറിച്ച് പിന്നിലേക്ക് നോക്കിയപ്പോഴേക്കും ആള് തന്നെ ഒന്ന് തട്ടിമാറ്റി അടുത്തേക്ക് വന്നു നിന്നു. അത് പിന്നെ എനിക്കൊന്നും വേണ്ട. അതെന്താ? ഇതൊന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. അവൾക്ക് ഇതിൻ്റെ എല്ലാം പ്രൈസ് ടാഗ് കണ്ടത് കണ്ണ് തള്ളിപ്പോയിരുന്നു. അതാണ് അസുരനോട് അങ്ങനെ പറഞ്ഞത്. ഇത്രയ്ക്ക് കോസ്റ്റ്ലി ആയതൊന്നും അവൾ യൂസ് ചെയ്യാറില്ല. എന്നാൽ രക്ഷ കൃത്യമായി കണ്ടിരുന്നു അവൾ ഓരോ ഡ്രസ്സിൻ്റെയും വില നോക്കി പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. അത് കണ്ട് ദേഷ്യത്തോടെയാണ് അവൻ അങ്ങോട്ട് വന്നത്. കുഞ്ഞിനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ച് അതും പറഞ്ഞ് അവിടെ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ അടുത്തേക്ക് പോയി അതിൽ നിന്നും അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് സെയിൽസ് ഗേളിനോട് പാക്ക് ചെയ്യാൻ കൊടുത്തു. എൻ്റെ കണ്ണാ, ഈ അസുരത് എവിടെ പോയി? വലിയ സെക്ഷനിലെത്തിയത് മാളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ്. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കിട്ടിയത് സെക്യൂരിറ്റി വന്ന് അത് കാറിൽ കൊണ്ടുവച്ചിരുന്നു. ആ അസുരനെയും നോക്കി കുഞ്ഞിനെയും എടുത്ത് പാർക്ക് ചെയ്ത കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ആരോ പിന്നിലൂടെ വന്ന് പുറത്തടിച്ചത്. അമ്മേ! വേദന കൊണ്ട് എരിവ് വലിച്ച് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന മീരയാണ്. ആവൂ, എന്താണ് നിനക്ക്? എന്തിനെങ്ങനെ തല്ലിയത്? എനിക്ക് നൊന്തുട്ടോ. നോക്കണം, അതിനു വേണ്ടി തന്നെ അടിച്ചത്. നീ എവിടെയാണ് ഇത്രയും ദിവസം? എത്ര വിളിച്ചെന്ന് അറിയോ? അത് പിന്നെ ഫോൺ എൻ്റെ കയ്യിലില്ല. അതൊക്കെ പോട്ടെ, ആ അസുരനെന്താ നിന്റെ കൂടെ? ശരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? അവളുടെ ചോദ്യം കേട്ടത് മതയെന്ന് തലയാട്ടിയതും പെണ്ണ് അതിശയത്തോടെ നോക്കുന്നുണ്ട്. അല്ല, ഈ കുഞ്ഞ് എൻ്റെ മോനാ. ചെറുതായി മയക്കം പിടിച്ച് തന്റെ തോളിൽ കിടന്ന കുഞ്ഞിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണ് കിളി പോയ പോലെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ടാർക്കി മാറ്റിയേ, ഞാൻ നിന്റെ കുഞ്ഞിനൊന്ന് കാണണ്ടേ. പാവച്ചിയേ. അതും പറഞ്ഞ് മീര അമ്പോട്ടിനെ പൊതിഞ്ഞ് ടർക്കിയെടുത്ത് മാറ്റിയതും ആളറിയാത്ത ആളെ കണ്ടിട്ടാകണം കുഞ്ഞു ചുണ്ടുപുറത്തി കളച്ചിൽ തുടങ്ങിയിരുന്നു. പരിചയമില്ലാത്തതിൻ്റെയാ. അച്ചോടാ, ഇതാ ആന്റിയല്ലേ കുഞ്ഞാ? ചുണ്ട് കൂർപ്പിച്ച് നോക്കുന്ന മീരയെ നോക്കി അതും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങി തോളിലിട്ടു. പതിയെ തട്ടിക്കൊടുത്തതും ചിനിക്കം നിർത്തി അവൾ വിരൽ നുറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. എന്നാ ഞാൻ പോവാട്ടടി, മൂത്തസാനോട് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഓടി പിടിച്ച് വന്നതാണ്. ലേറ്റായാൽ അത് മതി. എന്നാ നീ പൊക്കോ, പിന്നെ കാണാം. വീട്ടിലേക്കുള്ള വഴിയിലൂടെ അല്ലാതെ വേറെതോ വഴിയിലൂടെ കാറ് സഞ്ചരിക്കുന്നത് കണ്ട് സംശയത്തോടെ അസുരനെ നോക്കി. ആളെന്തൊക്കെയോ ആലോചിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. മുഖത്ത് പതിവിലും ഗൗരവമുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചതും എന്തായാലും കൊല്ലാൻ കൊണ്ടുപോകുമല്ലെന്ന് പറഞ്ഞതും പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഇപ്പൊ പഴയ പോലെ തന്നെ കാണുമ്പോൾ ദേഷ്യപ്പെടുകയോ കണ്ടിട്ട് പേടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല. അതെന്നെ വലിയ ആശ്വാസമാണ്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കാറ് ചെന്ന് നിന്നത് ബീച്ചിലായിരുന്നു. ഇവിടെ ഇപ്പം എന്തിനാ വന്നതെന്ന് കരുതി അവനെ നോക്കിയപ്പോഴേക്കും അവൻ ഡോർ തുറന്നിറങ്ങി വന്ന് തൻ്റെ അടുത്തുള്ള ഡോർ തുറന്ന് മോനെടുത്ത് തോളിലേക്കിട്ട് മുന്നോട്ട് നടന്നു. ഇതിപ്പോൾ എന്താന്ന് കരുതി കാറിൽ നിന്ന് ഇറങ്ങി പതി അവനൊപ്പം നടന്നു. ഈശ്വര, ഇവന് തലക്കാരിൽ അടിച്ചോ? കുറച്ച് നേരമായാലും ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഇവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ല, ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ. ഷോളിൻ്റെ അറ്റം വിരൽ കൊണ്ട് തുരുത്ത് പിടിച്ച അസുരനെ നോക്കി. കാശി. പെട്ടെന്ന് അസുരൻ വിളിച്ചത് ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. ഇവനെന്താ തന്നെ കാശിയെന്ന് വിളിക്കുന്നത്? താൻ എല്ലാവർക്കും വൈകിയാണ്. പിന്നെ ഒരാൾ മാത്രമായിരുന്നു തന്നെ കാശിയെന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ആ വിളി കേട്ടിട്ട് ഇപ്പോൾ കാതങ്ങൾ കണിഞ്ഞിരിക്കുന്നു. കാശി, എനിക്കിതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൻ പറഞ്ഞത് കേട്ട് എന്താണെന്ന ഭാവത്തിൽ ആ മുഖത്തേക്ക് നോക്കി. ഇവനിപ്പോൾ എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് എൻ്റെ ശരി. എൻ്റെ ദൈവമേ, ഇവന് എന്താണോ പറയാൻ പോകുന്നത്? കാശി, തനിക്ക് പേറിപ്പോയ 23-24 വയസ്സേ ഉണ്ടാകും. ജീവിതം അടിച്ചു പിടിച്ച് ജീവിക്കുന്ന പ്രായമാണ്. അതിന് അവനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൻ നോക്കി. ലുക്ക് കാശി, നിനക്ക് എന്നേക്കാൾ നല്ലൊരാളെ കിട്ടും. ഞാനും എൻ്റെ കുഞ്ഞും കാരണം നിന്റെ ലൈഫ് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു കാലത്ത് നിനക്കൊരിക്കലും ഇത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നാതിരിക്കാനാണ്. മനസ്സിലായില്ല? അത് പിന്നെ നമുക്ക് ഈ ബന്ധം പിരിയാം.
എന്നേക്കാൾ നല്ലത് നിനക്ക് യോഗ്യനുമായ ഒരാളെ ഞാൻ കണ്ടെത്തി തരാം. പിന്നെ നിന്റെ ഏത് ഡിമാൻഡ് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വീട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. തീർന്നോ? അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ നെഞ്ചിൽ കൈകൾ പിണച്ച് കെട്ടി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ പറഞ്ഞ പോലെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. പക്ഷേ എൻ്റെ ഡിമാൻഡ് നീ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം. അവൾ പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിലൊരു പൂച്ച നിറഞ്ഞ് ചിരി വിരിഞ്ഞു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് തനിക്ക് മനസ്സിലാകുവാൻ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. നിന്റെ ഏത് ഡിമാൻഡും ഞാൻ അംഗീകരിക്കാം. നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും തരാം. അങ്ങനെയാണോ? എന്നാലേ എനിക്കതൊന്നുമല്ല വേണ്ടത്. ഈ അസുരനെ എങ്ങനെ മുട്ടുകുത്തിക്കണമെന്ന് എനിക്കറിയാട്ടോ, അവൾ മനസ്സിലോർത്തു. പിന്നെ ദാ ഈ കുഞ്ഞിനെ എന്താ കഴിയോ നിനക്ക് തരാൻ? നീ എന്താടി തമാശ കളിക്കാണോ? ഐ ആം സീരിയസ്. ദേഷ്യം കൊണ്ട് അസുരൻ്റെ മുഖം ചുവന്നിട്ടുണ്ട്.